ഗൈസ്, അപ്പോൾ നമുക്കൊരു മുളക് വറുത്തപ്പോൾ തയ്യാറാക്കിയാലോ. അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് ഒരു 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കപ്പൽ മുളക് നല്ല എരിവുള്ളായതുകൊണ്ട് 4 കുഞ്ഞു വറ്റൽ മുളക് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2-3 ഇഞ്ചി എടുത്തു. പിന്നെ ഒരു 5 വെളുത്തുള്ളി. പിന്നെ ആവശ്യത്തിന് പുളി എടുത്തു. പുളിയാണ് നമുക്ക് ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ പുളി നമുക്ക് വെള്ളത്തിലിടാം. അപ്പോൾ ഞാൻ ഏകദേശം ഇത്ര വെള്ളത്തിലോട്ട് ഈ പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർക്കാൻ പോകണം. പിന്നെ അടുത്തത് ചെറിയ ഉള്ളി മുറിച്ച് കൊടുക്കാം. ഗൈസ്, അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി വലിച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഏകദേശം കളറൊക്കെ മാറി വരുമ്പോൾ നമ്മുടെ കപ്പല മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്. പിന്നെ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിയൊന്നും ഇടരുത്. ഇനി നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. ഗ്യാസ് അപ്പോൾ തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ്, കല്ലുപ്പാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഗ്യാസ് അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.